ദൈവമില്ലാതെ ചിലത് നടക്കത്തില്ല. നീ ഓടി നടക്കുന്നത് മതിയാക്കിയിട്ട് ദൈവം പറയുന്നു, ഓ മാർത്തേ, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. നീ വിചാരപ്പെട്ട് ഓടി നടന്നിട്ട് കാര്യമില്ല. ഇരിക്കേണ്ടുന്ന സമയത്ത് ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. മനുഷ്യനുള്ള ഒരു സഹതാപത്തിനും എമ്പതിയെക്കാള് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹത്തെ പകരുന്ന ഒരു ദൈവം അത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശു. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. നിന്റെ ഹൃദയത്തിനകം നീ നനയ്ക്കുന്നതിന് ഉയരത്തിലുള്ളത് പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനത്ര യേശു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. ഇവിടെ സംഭവം വേറൊന്നുമല്ല. കർത്താവ് തിബരിയാസ് എന്ന് പറയുന്ന കടൽക്കരയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമുക്കറിയാം, യേശു എവിടെയുണ്ടോ അവിടെയൊക്കെ ആൾക്കാർ ഓടിക്കൊടും. യേശു ഉള്ളിടത്ത് ചിലത് നടക്കും. യേശു ഉള്ളിടത്ത് അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസം ചോർന്നു പോകരുത്, വിശ്വാസം കുറയരുത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇവിടെ ഗലീലയില് തിബരിയാസ് എന്ന് പറയുന്ന ഒരു കടൽക്കരയാണ്. കടല വലിയ ചർച്ചൊന്നുമല്ല. പക്ഷെ അവിടെ യേശു വന്നത് കണ്ടപ്പോൾ തന്നെ ആൾക്കാർ ഓടിക്കൊടുന്ന കണ്ടപ്പോൾ തന്നെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ദൈവം ആരെയും ഒഴിഞ്ഞവരായി മടക്കി അയക്കുന്നവനല്ല. ആമേൻ. ഒന്നല്ലെങ്കിൽ മറ്റൊന്നെങ്കിലും നൽകാതെ അയച്ച ചരിത്രമില്ല. ആമേൻ. മനുഷ്യനുള്ള ഒരു സഹതാപത്തിനും എമ്പതിയെക്കാള് ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹത്തെ പകരുന്ന ഒരു ദൈവം അത്ര ഞാൻ പ്രസംഗിക്കുന്ന യേശു. പ്രൈസ് ഗോഡ്. നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും, ചിലപ്പോൾ കൊടുത്തില്ല എന്നും വരും. ഞങ്ങളൊക്കെ വരുമ്പോൾ ദയവായി ഇവർ തമാശയ്ക്ക് വേണ്ടി പറയുക, ഒരു ഗ്ലാസ് ചൂടാക്കി ആറിയ വെള്ളം മാത്രം മതി, വേറെ ഒന്നും തന്നു കളയരുതേ. ഹല്ലേലൂയ. പക്ഷെ വേറെ ആൾക്കാർ വരികയാണെങ്കിൽ നമ്മുടെ സ്നേഹം ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നോ എന്ന് നമ്മൾ ചോദിക്കും. നീ ഇരിക്ക്, ചായ കുടിക്കുന്നോ എന്ന് ചോദിക്കുക. അതൊക്കെ പണ്ടാണ്, 1900-കളിലുള്ള സംസ്കാരം. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം എല്ലാവരും നമ്മൾ ഓട്ടോയിലൂടെ നോക്കുക. ആര് ഗേറ്റിൻ്റെ അവിടെ തന്നെ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട്. ആര് ഇവിടെ ആളൊന്നുമില്ല, പോ പോ പോ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് അങ്ങ് ഗേറ്റിൽ വെച്ചാൽ മതി, എടുത്തോളാം, ശരി, ഓക്കെ. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യൻ ഒരുപക്ഷെ പലപ്പോഴും നമ്മളോട് വലിയ സഹതാപവും വലിയ സ്നേഹമൊന്നും കാണിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം അത്തരത്തിലാണ് എക്വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ATM-ൽ പോയാൽ നമുക്ക് ക്യാഷ് കിട്ടുമെന്നൊരു ഉറപ്പുണ്ട്. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഭക്ഷണം കിട്ടുമെന്നൊരു ഉറപ്പുണ്ട്. നമ്മൾ ഒരു ഗാനമേള നടക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്രുതിമധുരമായ ഗാനങ്ങൾ കേൾക്കുവാനേ കഴിയുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. നമ്മളിനി അതുപോലെ തന്നെ ഒരു മാർക്കറ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ഫലവ്യഞ്ജനങ്ങളും അതുപോലെ തന്നെ പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ ലഭിക്കുമെന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. ഇന്ന് നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ എത്ര പേർക്ക് ഒരു ഉറപ്പുണ്ട്? ദൈവസന്നിധിയിൽ വന്നാൽ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ അഭിഷേകം എനിക്ക് ലഭിക്കുമെന്ന്. ഫുഡില്ലാത്ത ഹോട്ടലല്ല പ്രൈസ് ഗോഡ് ദൈവസന്നിധി എന്നത്. പാട്ടില്ലാത്തൊരു സ്റ്റേജ് അല്ല ദൈവസന്നിധി. ആമേൻ. സാധനങ്ങളില്ലാത്തൊരു ഒഴിഞ്ഞ മാർക്കറ്റല്ല. അതുകൊണ്ടാണ് ഒരിക്കൽ കല്ലറയ്ക്കകത്ത് മറിയയും മറ്റു സ്ത്രീകളൊക്കെ വന്നപ്പോൾ ദൂതന്മാര് ചോദിച്ചു, അവൻ മരിച്ചവരുടെ ഇടയിൽ ജീവിക്കുന്നവൻ അന്വേഷിക്കുന്നതിന് ജീവിക്കുന്നവരുടെ ഇടയിലുണ്ട്. ഇന്ന് പകൽക്കാലം ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് ഒരു ശൂന്യമായി കിടക്കുന്ന ഒരു ശൂന്യതയുടെ ദൈവത്തിന്റെ സന്നിധിയിലല്ല. ഇന്നും ജീവനോടെ, ഇന്നും ജീവിക്കുന്ന, ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന തൻ്റെ അടുക്കൽ കടന്നു വരുന്നവർക്ക് വേണ്ടി ചിലത് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സ്നേഹവാനായ ദൈവത്തിന്റെ സന്നിധിയിൽ അത്രയും നമ്മളായിരിക്കുന്നത്. ഇന്നൊരു എക്സ്പെക്ടേഷൻ നമുക്കുണ്ടാകണം, ഒരു പ്രതീക്ഷ നമുക്കുണ്ടാകണം. എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം ചിലത് എനിക്ക് തരും.
എനിക്ക് ചിലത് കിട്ടും, എനിക്കൊരു പോർഷൻ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നീ ഒരു ലിമിറ്റ് നിന്റെ ജീവിതത്തിന് വെച്ചിട്ടുണ്ടായിരിക്കാം. നിന്റെ ജീവിതം ഇതുവരെ പോകും, എൻ്റെ ജീവിതം ഇതുവരെ പോകത്തുള്ളൂ എന്നൊരു പരിധി കാത്തായിരിക്കാം നിന്റെ കാഴ്ചയ്ക്ക് എത്തുന്നത്. നിനക്ക് ചിന്തിക്കാൻ പറ്റുന്നത് നിന്റെ കേൾവി വെച്ചിട്ട് നിന്റെ ജീവിതത്തെ ഒരു പരിധിക്കകത്തായിരിക്കും. കർത്താവ്, എനിക്ക് അങ്ങനെയെങ്കിൽ ആകാൻ പറ്റുമെങ്കിൽ. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. നിന്റെ ഹൃദയത്തിനകം നീ നനയ്ക്കുന്നതിന് ഉയരത്തിലുള്ളത്, നീ നനയ്ക്കുന്നതിന് ഉയരത്തിലുള്ളത്, നീ ആഗ്രഹിക്കുന്നതിനോ നീ വിചാരിക്കുന്നതിനോ ഉയരത്തിലുള്ളത് പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനത്രേ ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന അമ്മയപ്പന്മാരുണ്ടോ? ദൈവമില്ലാതെ നമുക്കൊന്നിലും മുന്നേറാൻ പറ്റത്തില്ല. ആമേൻ. സിമ്പിളായിട്ട് ഞാൻ പറയുന്നെങ്കിലും അതിൻ്റെ പിന്നിൽ ആരോടൊക്കെയോ ദൈവത്തിനുള്ളൊരു ആലോചനയാണ്. ദൈവമില്ലാതെ ചിലത് നടക്കത്തില്ല. വീണ്ടും കുഴിയിൽ ചാടരുതെന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു. നീ ഓടി നടക്കുന്നത് മതിയാക്കിയിട്ട് ദൈവം പറയുന്നു, ഓ മാർത്തേ, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. നീ വിചാരപ്പെട്ട് ഓടി നടന്നിട്ട് കാര്യമില്ല. ഇരിക്കേണ്ടുന്ന സമയത്ത് ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. എന്താ അവിടെ സംഭവിച്ചത്? മാർത്ത പറഞ്ഞു, യോ കർത്താവേ, ഞാനിത് ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് ഓടുകയാ. ഇവിടെ ഫുഡ് ആയില്ല, കഞ്ഞി തിളച്ചില്ല. ഓ, കഞ്ഞി അടി പിടിച്ചോന്ന് തന്നെ എനിക്ക് അറിയത്തില്ല. സാമ്പാറിനുള്ള മലക്കറി ഒന്നും അരിഞ്ഞില്ല. മാത്സ് ട്യൂഷന് പോയില്ല, ഫിസിക്സ് ട്യൂഷന് പോകാൻ പറ്റിയില്ല, കെമിസ്ട്രി ട്യൂഷന് പോകാൻ പറ്റിയില്ല. അയ്യോ, എന്താ ചെയ്യുന്നത്? എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ. ഓ, ട്യൂഷന് പൈസ അടയ്ക്കാനില്ല, ട്യൂഷന് പൈസ കൊടുക്കാനില്ല, ഫീസ് കൊടുക്കാനില്ല. ഓ, സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ എന്ത് ചെയ്യട്ടെന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന അനുഭവങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറഞ്ഞോട്ടെ, മാർത്ത തിരഞ്ഞെടുത്തതല്ല തിരഞ്ഞെടുക്കേണ്ടത്, മറിയ തിരഞ്ഞെടുക്കണം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് നീ കൊടുക്കേണ്ടുന്ന സമയവും ദൈവത്തിന് നീ കൊടുക്കേണ്ടത് കൊടുക്കാമെങ്കിൽ നിന്റെ കുറവുകൾ ഒരു കുറവാകത്തില്ല, നിന്റെ പരിമിതികൾ ഒരു പരിമിതിയാകത്തില്ല. നിന്റെ കുറവുകളെ ദൈവം നിന്റെ അനുഗ്രഹമാക്കി തീർക്കും. പള്ളി പോകാത്തൊരു പഠിപ്പും വേണ്ട നമുക്ക്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന ഇല്ലാത്തൊരു പഠിപ്പ് വേണ്ട, നമ്മുടെ മക്കൾക്ക് അത് വേണ്ട. ഞാനിത് തുറന്ന് സംസാരിക്കുന്നത് ഞാനും ഒരു കാലത്തൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് എനിക്കിത് പറയുന്നില്ല, നാണക്കേടില്ല. ഞാൻ ചങ്കൂറ്റത്തോടെ പറയും, ദൈവമില്ലാത്തൊരു വിദ്യാഭ്യാസം വേണ്ട. കാരണം വചനം പറയുന്നത് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമെന്ന. യഹോവ ഭക്തി ഇല്ലെങ്കിൽ ജ്ഞാനം ഉണ്ടാകത്തില്ല. നീ എത്ര അറിവുണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് ജയിക്കണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിനക്ക് മുന്നേറണമെങ്കിൽ നിന്റെ മാർക്ക് കുറവായിരിക്കാം. നിന്റെ മാർക്ക് ഷീറ്റിനകത്ത് വലിയ സംഭവങ്ങളൊന്നും ഇല്ലായിരിക്കാം. പക്ഷേ ഭക്തി ഉള്ളവനെ കരുതുന്ന ഒരു ദൈവമുണ്ട്. Praise God. Praise the Lord. Hallelujah. ഞാനെന്ന് പറഞ്ഞോട്ടെ, ഭക്തിയുള്ളവനെ കരുതുന്നൊരു ദൈവമുണ്ട്, ഭക്തനെ കരുതുന്നൊരു ദൈവമുണ്ട്. ഇതിനകത്ത് ഒത്തിരി ഭക്തന്മാരുണ്ട്, ഒത്തിരി ഭക്തകളുണ്ട്. നീ വിശ്വസിക്ക്, നിന്റെ കുടുംബത്തിന്റെ ഭാവി ദൈവം പുലർത്തുവന്നേ. ദൈവം നോക്കിക്കോളൂ, നിന്റെ മക്കളെ ദൈവം നോക്കിക്കോളൂ. പക്ഷെ ദൈവമില്ലാത്തൊരു ജീവിതം നിന്റെ മക്കൾക്കോ നിന്റെ കുടുംബത്തിനോ വേണ്ട. മക്കളെ ട്യൂഷന് പൊക്കോ, പക്ഷേ ഞായറാഴ്ച പള്ളി കഴിഞ്ഞിട്ട് മതി നമുക്ക് ട്യൂഷൻ. ഹല്ലേലൂയ. ഏത് കാര്യത്തിനും പൊക്കോ, പക്ഷെ പള്ളി കഴിയാത്ത ഒന്നും വേണ്ട നമുക്ക് ഈ വർഷം. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. പഠിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥനയില്ലാത്ത പഠിത്തം വേണ്ട, സ്റ്റഡി ടൈം നമുക്ക് വേണ്ട. ബൈബിൾ വായന ഇല്ലാത്ത, പ്രാർത്ഥിക്കാൻ സമയം, എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, ഒത്തിരി പ്രോജക്റ്റ് ഉണ്ട്, എനിക്ക് ഒത്തിരി ഹോംവർക്ക് ഉണ്ട്, ഇന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല, ഇന്ന് ബൈബിൾ വായിക്കാൻ സമയമില്ല, ഇന്ന് കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല എന്നുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കുഴി ചാടുന്നത് അത്. ഹല്ലേലൂയ. അങ്ങനെ കുഴി ചാടണോ ഈ വർഷം? വേണോ? വേണ്ട. നല്ലത് തിരഞ്ഞെടുക്കാം, നല്ല അംശം തിരഞ്ഞെടുക്കാം. മറിയെ പോലെ നല്ല അംശം തിരഞ്ഞെടുക്കാൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കേണ്ടുന്ന സമയത്ത് ഇരുന്ന്, ധ്യാനിക്കേണ്ട സമയത്തിൽ ധ്യാനിച്ച്, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന സമയം കൊടുത്ത്, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത്, ദൈവത്തിന് കൊടുക്കേണ്ടുന്ന പ്രാധാന്യത ജീവിതത്തിൽ നൽകി ഒരു ഭക്തനായി കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തീരാമെങ്കിൽ നിന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ, എന്തെങ്കിലും ക്ഷാമങ്ങളുണ്ടോ? ആ ക്ഷാമമൊന്നും ദൈവത്തിനൊരു പരിധിയല്ല, ദൈവത്തിനൊരു കുറവല്ല. നിന്റെ കുറവുകൾ, ഒരു കുറവും ദൈവത്തിന് കുറവല്ല, ഒരു ബുദ്ധിമുട്ടും ദൈവത്തിനൊരു ബുദ്ധിമുട്ടല്ല. നിന്റെ ഒരു ഞെരുക്കവ്, നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ, നിന്റെ എംപ്റ്റി ബാങ്ക് ബാലൻസസ്, നിന്റെ ആരോഗ്യമില്ലാത്ത ശരീരം, നിന്റെ കഴിവില്ലായ്മകൾ, നിന്റെ ഭരിക്കുന്ന ശാപങ്ങൾ, നിന്നെ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങൾ, ഇതൊന്നും ദൈവത്തിനൊരു പ്രശ്നമല്ല. എന്റെ ദൈവം സർവശക്തനത്രേ. എന്റെ ദൈവം
വഴി തുറക്കുന്നവനത്രേ, അവൻ അത്ഭുത മന്ത്രി അത്രേ. അവനൊന്ന് കൽപ്പിച്ചാൽ അതിനപ്പുറം ഒന്നുമില്ല. അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവനത്രേ. ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ആ ബാലൻ 5 അപ്പവും 2 മീനും യേശുവിന്റെ കൈകളിലേക്ക് കൊടുത്തു. ഇതെനിക്കുള്ളതാ, അയ്യോ ഞാനിത് കൊടുക്കത്തില്ല, എനിക്ക് വേണം, എനിക്ക് വിശക്കുകയാ, എനിക്ക് സമയമില്ല, അയ്യോ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിരുന്നില്ല. കൊടുക്കേണ്ടെന്ന് കൊടുത്തപ്പോ ദൈവത്തിന് കൊടുക്കേണ്ടെന്ന സമയം, ദൈവത്തിന് കൊടുക്കേണ്ടെന്ന ബഹുമാനം, ദൈവത്തിന് കൊടുക്കേണ്ട സ്തോത്ര കാഴ്ച, ദൈവത്തിന് കൊടുക്കേണ്ടതായിട്ടുള്ള വിശ്വാസം, ദൈവത്തിന് കൊടുക്കേണ്ടതുള്ള ജീവിതത്തിലെ സ്ഥാനവും ഭക്തിയും ആ ബാലൻ 5 അപ്പവും 2 മീനുമായി കൊടുത്തപ്പോ ഒന്ന് സംഭവിച്ചു. ദൈവം അവൻ്റെ പക്കലുണ്ടായിരുന്ന ആ 5 അപ്പത്തെ 2 മീനും എടുത്ത് വാഴ്ത്തി. നിന്റെ പക്കലുള്ളതിന് നിനക്കൊന്ന് കൊടുക്കാമെങ്കിൽ നിന്നെ വാഴ്ത്തുന്ന, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ഹല്ലേലൂയ. ഉള്ളത് കൊടുക്കാമെങ്കിൽ നിന്നെ പിടിച്ചുയർത്തുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. എന്താ സംഭവിച്ചത്? 5 അപ്പവാ കർത്താവിന്റെ കൈ കൊടുത്തത്. പക്ഷെ ദൈവം കൊടുത്തതിനെ ഉയർത്താൻ തുടങ്ങിയപ്പോൾ ഒന്ന് സംഭവിച്ചു. അത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങി, അത് വർദ്ധിക്കാൻ തുടങ്ങി. 5 എന്നുള്ളത് 10 ആയി, 10 എന്നുള്ളത് 20 ആയി, 20 എന്നുള്ളത് 30 ആയി, 30 എന്നുള്ളത് 40 ആയി. ഒടുവിൽ 12 കൊട്ട ശേഷിക്കുന്ന രീതിയിൽ ആമേൻ ആയിരക്കണക്കിന് അപ്പങ്ങളായി, ആയിരക്കണക്കിന് മീനുകളായി തീർന്നെങ്കിൽ നിന്റെ പക്കൽ ഉള്ളതിനെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാമെങ്കിൽ നിന്റെ ബുദ്ധിഹീനമായ ജീവിതമായിരിക്കാം, നിന്റെ കഴിവില്ലായ്മയായിരിക്കാം, നിന്റെ ഒഴിഞ്ഞ പേഴ്സ് ആയിരിക്കാം, നിന്റെ ഒഴിഞ്ഞ ശൂന്യതകളുടെ ജീവിതമായിരിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് സമർപ്പിക്കാമെങ്കിൽ, നിന്നെ തന്നെ ഒന്ന് മറിയെ പോലെ ഇരുന്നു കൊടുക്കാമെങ്കിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ കൈയുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാനുള്ളവർ ഏൽപ്പിച്ചു കൊടുക്കുക, തീരുമാനമെടുക്കാന്നുള്ള തീരുമാനമെടുക്കുക. അപ്പാ ഞാനൊരു മാർത്തയാകത്തില്ല, ഈ വർഷം ഞാനൊരു മറിയയാകും. ഈ പുതിയ തുടക്കത്തിൽ കർത്താവേ, ദൈവത്തിന്റെ സന്നിധിയിൽ 5 അപ്പമാണെങ്കിൽ 2 മീനാണെങ്കിൽ ഞാൻ എന്നെ തന്നെ, എന്റെ കുറവുകളെ, എന്റെ ശൂന്യതകളെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കും. എന്റെ ദൈവം ഉയർത്തും. എന്റെ കുറവുകളെ കവിഞ്ഞൊഴുക്കാക്കി തീർക്കുന്ന ദൈവം. ഇസഹാക്കിന്റെ മേൽ കടന്നു വന്നൊരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തിന്റെ പേരത്രേ റഹബോത്ത്. അതൊരു കിണറായിരുന്നു. സ്തോത്രം. റഹബോത്ത് എന്ന വാക്കിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, സൂപ്പർ അബണ്ടൻസ് എന്ന. അതിന്റെ മലയാള തർജ്ജിമ എങ്ങനെ വരും? ആമേൻ, കവിഞ്ഞൊഴുകുന്ന വർധനവ്. സ്തോത്രം. കവിഞ്ഞൊഴുകുന്ന വർധനവ്. ഇസഹാക്ക് കിണർ കുഴിച്ചതെല്ലാം വെള്ളമില്ലാത്ത സ്ഥാനങ്ങളിലായിരുന്നു, ക്ഷാമമുള്ളിടത്തായിരുന്നു, സാധ്യതകൾ ഇല്ലാത്തടത്തായിരുന്നു, ഒരു സ്കോപ്പും ഇല്ലാത്തടത്തുമായിരുന്നു ഇസഹാക്ക് കിണർ കുഴിച്ചത്. പക്ഷേ ഇസഹാക്ക് കുഴിച്ച സ്ഥലത്തിൽ സ്കോപ്പ് ഇല്ലെങ്കിൽ ഇസഹാക്ക് ഒരു ഭക്തനായിരുന്നുകൊണ്ട് അവന്റെ മേലൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നോക്കുമ്പോൾ നിനക്ക് സ്കോപ്പ് ഇല്ലായിരിക്കാം, പക്ഷെ നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരുവനാണെങ്കിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് സ്കോപ്പ് ഇല്ലാത്തതിനെ സ്കോപ്പ് ഉള്ളതാക്കുവാനേ കഴിയും. ഇസഹാക്ക് കുടിച്ച കിണറെല്ലാം ക്ഷാമമുള്ളിടത്തായിരുന്നു. പക്ഷേ അവൻ ഭക്തൻ കുടിച്ച കിണറുകളിലെല്ലാം ഭയങ്കര വെള്ളമായിരുന്നു. ഹല്ലേലൂയ. അടുത്തുള്ള കിണറുകളിൽ വെള്ളമില്ല. അടുത്തുള്ള പിള്ളേർക്ക് മാർക്കില്ല, അടുത്തുള്ള പിള്ളേർക്ക് അനുഗ്രഹമില്ല. പക്ഷേ ഭക്തൻ കുഴിച്ചപ്പോ, ഭക്തൻ എഴുതിയപ്പോ, ഭക്തൻ പഠിച്ചപ്പോ, ഭക്തൻ ചിലതിലേക്ക് കാൽ വെച്ചപ്പോ അവരുടെ കിണറുകളിൽ സൂപ്പർ അബണ്ടൻസ് റഹബോത്തിന്റെ അനുഗ്രഹം വ്യാപരിച്ചു. ഇസഹാക്ക് തളർന്നില്ല. എവിടെയൊക്കെ പോയി കിണർ കുടിച്ചോ അവിടെ നിന്നൊക്കെ ശത്രുക്കൾ അവനെ ഓടിച്ചോ. പക്ഷെ ഇസഹാക്ക് തളർന്നില്ല. ഇല്ല, ഞാൻ പിന്മാറത്തില്ല, ഞാൻ ഗിവപ്പ് ചെയ്യത്തില്ല, ഞാൻ തോറ്റു കൊടുക്കത്തില്ല. അവൻ ഒന്നല്ലെങ്കിൽ ഞാൻ മറ്റൊരിടത്ത് പോയി എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ വീണ്ടും കിണർ കുടിക്കോ, ഞാൻ വീണ്ടും ശ്രമിക്കോ, ഞാൻ വീണ്ടും പ്രാർത്ഥിക്കോ, ഞാൻ വീണ്ടും കാത്തിരിക്കോ, ഞാൻ വീണ്ടും കാൽ വെക്കോ. ഒന്നിൽ തോറ്റുപോയോ നീ? ഒന്നിൽ നീ തളർന്നു പോയോ? ഒന്നിൽ നീ ക്ഷീണിച്ചു പോയോ? പിന്മാറരുത്. ഇസഹാക്കിന്റെ മേൽ റഹബോത്ത് വരുന്നതിന് മുൻപ് ഒത്തിരി കിണറുകൾ ഉണ്ടായിരുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ ഭക്തൻ കുഴിച്ചു. എവിടെയൊക്കെ പോയി കുഴിക്കും അവിടെയൊക്കെ പിശാച് വന്ന്, ശത്രു വന്ന് അവനെ ഓടിക്കുക.
അവനെ പ്രയാസപ്പെടുത്തുക, അവനെ വേദനയ്ക്ക്, അവന്റെ കുത്തുവാക്കുകൾ പറയുക. പല രീതിയിൽ ഇസാക്കിനെ പ്രയാസപ്പെടുത്തി. പക്ഷേ ഭക്തനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഞാൻ വെച്ച കാല് പിന്നോട്ടില്ല, അത് മുന്നോട്ടാ. ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ, നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, അനുഗ്രഹമില്ലാത്ത സ്ഥാനത്താണെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ച് വീണ്ടും കുടിക്കുക. ഭക്തൻ ദൈവത്തിൽ ആശ്രയിച്ച് അവൻ വീണ്ടും ശ്രമിക്കാൻ തുടങ്ങിയപ്പോ ഒന്നിൽ തോറ്റു, വീണ്ടും ശ്രമിക്കാൻ പരിശുദ്ധാത്മാവ് പറയാ. ഒന്നിൽ നീ തകർന്നു എന്ന് പറഞ്ഞ് പിന്മാറരുത്. നീ വീണ്ടും കുഴിക്കണമെന്ന്, വീണ്ടും ശ്രമിക്കണമെന്ന്, വീണ്ടും നീ ട്രൈ ചെയ്യണമെന്ന് ഇന്ന് പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറഞ്ഞോട്ടെ. ഇസാക്ക് വീണ്ടും ട്രൈ ചെയ്തപ്പോ ഒടുവിൽ ഒരു റഹബോത്തിൽ എത്തിയെങ്കിൽ നീയും ചിലത് ഈ ഒരു പുതിയൊരു തുടക്കത്തിന്റെ വർഷത്തില് ഗിവ് അപ്പ് ചെയ്യാതെ ചില പുതിയതിലേക്ക് നീ കാൽ വെക്കുമ്പോ ഒരു റഹബോത്തിന്റെ അനുഗ്രഹം പരിശുദ്ധാത്മാവ് പകരും.